എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന 1-2 ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എത്ര കറ പിടിച്ച നിലകൾക്കും ഒരൊറ്റ തുള്ളി കൊണ്ട് നല്ല ക്ലീൻ ആക്കി വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ സ്വർണം പോലെ തിളക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐഡിയയും ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശർക്കരയാണ് കേട്ടോ. ഇതുപോലെ ഒരു അച്ച് ശർക്കര എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക. പിന്നീട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും രണ്ടാമത് ഇതുപോലെ ചെയ്തെടുത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇത്രയാണ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിനകത്തേക്ക് ഇതൊന്ന് ലൂസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. 1-2 ഡ്രോപ്പ് മാത്രം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസ് പരുവത്തിൽ ആക്കിയെടുക്കാം. ഒരു ക്രീമി പരുവത്തിൽ ആക്കിയെടുത്തിരുന്നാൽ മതി. ശർക്കര കൊണ്ട് ഞെട്ടിക്കുന്ന ഒരു ഉപയോഗമാണ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല കിടിലൻ റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുഖത്ത് മുഖക്കുരുവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല വേദനയായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ വേദന ഉണ്ടെങ്കിൽ അതിന് മേളിലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വേദനയും അതുകൊണ്ടുണ്ടാകുന്ന നീരൊക്കെ വലിഞ്ഞു പോകുന്നതായിരിക്കും. അതുപോലെ മുഖക്കുരു പൊട്ടിപ്പോകാതെ ഇരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കൂട്ട് വെച്ചിട്ട് നമുക്ക് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ സ്ക്രബ് ചെയ്തും കൊടുക്കാവുന്നതാണ്. ടാൻ അടിച്ചിട്ടുള്ള കയ്യോ കാലോ മുഖമോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ റോസ് വാട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കിടിലൻ റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്ത ടിപ്പ്, എത്ര കരി പിടിച്ച നിലവിളക്കാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ട്രിക്കാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് വിളക്ക് ക്ലീൻ ആക്കി എടുക്കാറുള്ളത്. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. വെറും 5 മിനിറ്റ് പോലും ഇതുകൊണ്ട് ആവശ്യമില്ല കേട്ടോ ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കാണെങ്കിലും കുറച്ച് നാൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന വിളക്കാണെങ്കിലും കളറൊക്കെ മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നല്ല സ്വർണം പോലെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വിളക്കിലുള്ള എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് മാറ്റുക. ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ വെച്ചിട്ട് നല്ലപോലെ തുടച്ചെടുക്കുക. അതുപോലെ തന്നെ അതിന് ക്ലാവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും നല്ലപോലെ ഒന്ന് തുടച്ച് മാറ്റിയെടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ എണ്ണമെഴുക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് 1-2 തുള്ളിയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മാത്രം മതി. എത്ര വലിയ വിളക്കാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് നമുക്ക് 1 മാസത്തിലധികം ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്ക് വിളക്കിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ തേച്ച് കൊടുക്കുക. കൈ കൊണ്ട് തേക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കോട്ടൺ വെച്ചിട്ട് തേച്ച് പിടിപ്പിച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മളിത് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ നല്ലപോലെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു കറുപ്പ് കളറാണ് വരുന്നത്. കയ്യിലും കറുപ്പ് കളർ വരും കേട്ടോ. അത് പെട്ടെന്ന് തന്നെ നമ്മൾ കൈ വാഷ് ചെയ്യുമ്പോൾ പോകുന്നതാണ്. അത് കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുകയൊന്നുമില്ല. അപ്പോൾ അതുപോലെ പറ്റിപ്പിടിക്കാവുന്നതുകൊണ്ട് കുഴപ്പമുള്ളവർക്കാണെങ്കിൽ കോട്ടൺ വെച്ചിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിരുന്നാൽ മതി. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വിളക്കിൻ്റെ എല്ലാ പാർട്ടിലും ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ആ വിളക്ക് നല്ലപോലെ ഇതുപോലെ തിരുമിയും കൂടെ കൊടുത്തിരുന്നാൽ മതി. നല്ല കളർ വരുന്നതായിരിക്കും കേട്ടോ. ആ ക്ലാവ് പിടിച്ചതോ എണ്ണമെഴുക്കോ പാടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ മാറി കിട്ടും. ഇപ്പോൾ കുറച്ച് പഴയ വിളക്കൊക്കെ ആണെങ്കിൽ പാടൊക്കെ ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് മാറിയിട്ട് നല്ല പുതിയതുപോലെ നമുക്ക് തിളക്കമുള്ളതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ വിളക്കിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ കൈകൊണ്ടൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ടും ഇതുപോലെ നല്ലപോലെ ഒന്ന് അമർത്തി തേച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ കളർ നല്ലപോലെ മാറി നല്ല ക്ലീൻ ആയിട്ട് വിളക്ക് വരുന്നതാണ് കേട്ടോ. നല്ല കളർ തന്നെ കിട്ടുന്നതാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനം ബ്രാസോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കടകളിലും ഓൺലൈൻ ഒക്കെ നമുക്കിത് വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ്. ഒരു 100 രൂപയുടെ ഒരു ബോട്ടിൽ വാങ്ങുവാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ബോട്ടിൽ. ഈ ഒരു ബോട്ടിലിന് 100 രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് 2 മാസത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്നോർത്തിട്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ആവശ്യമുള്ളവർക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ കടകളിലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ വിളക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അവിടെ നല്ല അടിപൊളിയായിട്ട് കളർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന വിളക്കല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്.
അതല്ല നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിളക്കാണെങ്കിൽ ഒന്ന് വാഷ് ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ നല്ല ക്ലീൻ ആയിട്ട് ഒന്നും കൂടെ നല്ല കളർ വരുന്നതാണ്. അപ്പോൾ യൂസ് ചെയ്യുന്ന വിളക്കുകളാണെങ്കിൽ മാത്രം നമുക്ക് ബ്രാസോ ചെയ്തതിന് ശേഷം ഒന്ന് കഴുകി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് വെക്കാം. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എടുത്ത് കഴുകിയിരുന്നാലും മതി. കാരണം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല തിളക്കമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് അധികം സമയമൊന്നും ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഡെയിലി ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ ഒന്നെങ്കിലും ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ വിളക്ക് എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ കണ്ടോ നല്ല കളർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഓട്ടുരുളിയും ഓട്ടുപാത്രങ്ങളൊക്കെ ഇതുപോലെ നിറം മങ്ങിയതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല പുതിയതായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.